ഇന്ന് നമ്മളുള്ളത് വിവേകാനന്ദ IAS അക്കാദമിയുടെ ഡയറക്ടറായ സിനോയ് എബ്രഹാം സാറിന്റെ വീട്ടിലാണ്. പ്രൊഫഷണലി അദ്ദേഹം ഒരു അമേരിക്കൻ ടെക്കിയാണ്. അമേരിക്കയിൽ ഒരു വെൽ സെറ്റിൽഡ് ലൈഫ് ഉണ്ടായിട്ടും കേരളത്തിൽ വന്ന UPSC സിവിൽ സർവീസ് അക്കാദമിക്ക് വേണ്ടി എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഉണ്ടാവില്ലേ? അതിന്റെ പുറകിൽ എന്തൊക്കെയാണ്, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണെന്ന് നമുക്കിന്ന് ചോദിച്ചറിയാം. തലസ്ഥാനത്ത് പുതിയൊരു സിവിൽ സർവീസ് അക്കാദമി സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതായത് വലിയ റീഡിംഗ് റൂമും അതുപോലെ തന്നെ സ്മാർട്ട് ക്ലാസ് റൂമും ഒക്കെ ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളെ കുറിച്ച് ചിലപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പോൾ സാറിനെ കുറിച്ചും സാറിന്റെ ആ ഒരു പാഷനെ കുറിച്ചും ഒന്ന് പറയാമോ? എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ബൈ പ്രൊഫഷൻ ഐ എം എ കമ്പ്യൂട്ടർ എഞ്ചിനീയർ. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിനാണ് എടുത്തത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് വഴി ജോലി കിട്ടി. 2002 ഞാൻ ചെന്നൈയിലോട്ട് ജോലിക്കായി പോയി. അത് കഴിഞ്ഞ് വിതിൻ 2 years ഞാൻ അമേരിക്കയ്ക്ക് പോയി. അപ്പം അങ്ങനെ 2004 മുതൽ ഞാൻ അമേരിക്കയിലാണ് ജോലി ചെയ്യുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ബൈ പ്രൊഫഷൻ ഐ എം എ കമ്പ്യൂട്ടർ എഞ്ചിനീയർ. ഇപ്പോഴും ഞാൻ അമേരിക്കയിൽ ഐ ഹാവ് സം ബിസിനസ്, സോഫ്റ്റ്വെയർ റിലേറ്റഡ് ബിസിനസ് ദയർ. സോ ഐ യൂസ് ടു ട്രാവൽ ബാക്ക് ആൻഡ് ഫോർത്ത് ഫ്രം ഇന്ത്യ അമേരിക്ക ലൈക്ക് ദാറ്റ്. അതാണ് എൻ്റെ പ്രൊഫഷണൽ ലൈഫ്. സിവിൽ സർവീസിൻ്റെ ഇതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് സിവിൽ സർവീസിനോട് ഒരു IAS ഓഫീസറായി തീരുക എന്നുള്ള ഒരു ആഗ്രഹം വളരെ ചെറുപ്പത്തിൽ തന്നെ എന്നിലുണ്ടായിരുന്നു. ആ ആഗ്രഹം എന്നിൽ ജനിപ്പിച്ചത് തന്നെ എൻ്റെ അമ്മയായിരുന്നു എന്നിൽ ജനിപ്പിച്ചത്. നീ ഒരു IAS ആകണം, ഒരു ഡിസ്ട്രിക്ട് കളക്ടറായി തീരണമെന്ന് ഇടയ്ക്കിടയ്ക്ക് അമ്മ എന്നോട് പറയുമായിരുന്നു. അതാ ചെറുപ്പത്തിലായിരുന്നു അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായത്. അതിനുശേഷം നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞു, പ്രീ ഡിഗ്രി കഴിഞ്ഞു, എഞ്ചിനീയറിങ്ങിന് പോയി, അത് കഴിഞ്ഞ് അമേരിക്കയ്ക്ക് പോയി. അപ്പോൾ അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ 2004 അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് തന്നെ എന്നോട് തന്നെ മനസ്സിലായി, യു ഹാവ് അച്ചീവ്ഡ് യുവർ ഷോർട്ട് ടൈം ഗോൾസ്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം അതൊക്കെ പൊടി തട്ടിയെടുത്താലോ എന്നുള്ള ഒരു ചിന്തയിലേക്ക് ഞാൻ വന്നു. അങ്ങനെ ആ സമയത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വെബ് റിസോഴ്സസ് എല്ലാം വഴി ഞാൻ സിവിൽ സർവീസ് എക്സാമിനെ പറ്റിയും അതിൻ്റെ മെറ്റീരിയൽസും അതിൻ്റെ സബ്ജക്റ്റുകളും എല്ലാം മനസ്സിലാക്കി പതുക്കെ ഞാനൊരു സെൽഫ് സ്റ്റഡി ചെയ്യാൻ ആരംഭിച്ചു. പിന്നീട് ഞാൻ പതുക്കെ ചെന്നൈയിലുള്ള ആ സമയത്ത് ചെന്നൈയിലെ ഒരു ഫേമസ് അക്കാഡമിയിൽ നിന്ന് ഹോസ്റ്റലായിട്ട് അമേരിക്കയിലേക്ക് ഞാൻ മെറ്റീരിയൽസ് ഞാൻ ഓർഡർ ചെയ്തു. അതൊക്കെ വെച്ച് ഞാൻ പതുക്കെ പഠനം ആരംഭിച്ചു. അങ്ങനെ 2008 പ്രിലിംസ് എക്സാം ഞാൻ എഴുതി. അത് അമേരിക്കയിൽ നിന്ന് ഞാൻ എക്സാമിൻ്റെ സമയത്ത് ഓഫ് എടുത്ത് ഇങ്ങോട്ടേക്ക് വന്ന് എക്സാം എഴുതിയിട്ട് തിരിച്ചു പോയി. ആ എക്സാമിന് എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയിരുന്നില്ല. കാരണം നമ്മൾ എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്തു, പക്ഷേ ദാറ്റ് പ്രിപ്പറേഷൻ വാസ് നോട്ട് എ പ്രാക്ടിക്കൽ പ്രിപ്പറേഷൻ. അപ്പോൾ അത് കാരണം ഞാൻ അത് കഴിഞ്ഞ് 2009 എക്സാം എഴുതാനായിട്ട് തീരുമാനിച്ചപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു. എന്തായാലും തൽക്കാലം US ജോലി റിസൈൻ ചെയ്തിട്ട് ഇതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒന്ന് പഠിക്കാം എന്ന് തീരുമാനമെടുത്തു. അങ്ങനെ ഞാൻ 2009 ജനുവരി ഫെബ്രുവരി മാസത്തിൽ US ജോലി റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നു. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഒരു അക്കാഡമിയിൽ ഞാൻ അഡ്മിഷൻ എടുത്തു. അങ്ങനെ ആ വർഷത്തെ പ്രിലിംസ് ഞാൻ എഴുതി, പ്രിലിംസ് ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞ് മെയിൻ എക്സാം എഴുതി. പക്ഷെ മെയിൻ എക്സാം എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴേക്കും ഞാൻ ഐ തിങ്ക് ഐ ആം അറൗണ്ട് 29 years old. അതോടുകൂടി പിന്നെ ആ സമയത്ത് UPSC റൂൾ അനുസരിച്ച് 30 വയസ്സാണ് നമ്മുടെ ഏജ് ലിമിറ്റ്. അപ്പോൾ അതോടുകൂടി ഞാൻ ഏജ് ഓവറായി. പിന്നെ അപ്പോൾ അതോടുകൂടി എനിക്ക് സിവിൽ സർവീസ് എക്സാം എഴുതുക എന്നുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം തൽക്കാലത്തേക്ക് ഞാൻ സ്റ്റോപ്പ് ചെയ്യും. ഇതാണ് UPSC സിവിൽ സർവീസ് എക്സാമുമായിട്ടുള്ള എൻ്റെ ആ ഒരു ബന്ധം. പക്ഷേ സാറിന്റെ സിവിൽ സർവീസ് ജേർണി അവിടെ അവസാനിച്ചില്ല. വേറൊരു രീതിയിൽ അത് ലൈവായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഒരു UPSC കോച്ച് ആസ്പിരന്റിൽ നിന്ന് കോച്ചിലേക്കുള്ള മാറ്റം, അതിന്റെ ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? അതിലേക്കുള്ള ട്രാൻസിഷനെ പറ്റി പറയുകയാണെങ്കിൽ 2009 ഞാൻ ഈ എക്സാമിനേഷൻ എഴുതി പരാജയപ്പെട്ടു. അപ്പോൾ ആ സമയത്ത് നമ്മൾ വളരെയധികം ആഗ്രഹിച്ച എക്സാം എഴുതി, പക്ഷെ അത് പരാജയപ്പെട്ടു. ആ സമയത്ത് നമ്മളോട് തന്നെ സ്വയം ചോദിക്കാൻ തുടങ്ങി. ഐ സ്റ്റാർട്ട് ഇൻട്രോസ്പെക്ടിങ് മൈസെൽഫ്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ പരാജയപ്പെട്ടു? അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്, എനിക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് അല്ലെങ്കിൽ പ്രോപ്പർ മെൻറ്റർഷിപ്പ് ഇതൊന്നും എനിക്ക് സമയത്ത് കിട്ടിയിരുന്നില്ല. കിട്ടേണ്ട സമയത്ത് അത് കിട്ടിയിരുന്നു എങ്കിൽ എനിക്ക് ധാരാളം ഫ്രീ ടൈം എൻ്റെ ലൈഫിൽ കിട്ടിയിരുന്നു. എഞ്ചിനീയറിങ്ങിന് പഠിക്കുമ്പോഴും ഡിഗ്രി കഴിഞ്ഞ് എഞ്ചിനീയറിങ്ങിന് ആ ഒരു ഗ്യാപ്പിലൂടെ വെക്കേഷൻ ടൈമും എഞ്ചിനീയറിങ്ങിന് പഠിക്കുമ്പോൾ ഓരോ സെമസ്റ്റർ എക്സാം കഴിഞ്ഞ് കിട്ടുന്ന വെക്കേഷൻ ടൈമും ഇതെല്ലാം എനിക്ക് പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിച്ച് എനിക്ക് പഠിക്കാമായിരുന്നു. എനിക്കൊരു മെൻറ്റർഷിപ്പും ഗൈഡൻസും പ്രോപ്പർ ടൈമിൽ കിട്ടിയിരുന്നെങ്കിൽ. അപ്പോൾ അങ്ങനെ ഞാൻ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി എഴുതാൻ പോകുന്ന കുട്ടികൾക്ക്, ഇനി വരുന്ന കുട്ടികൾക്ക് കിട്ടണം, അവരിതിലേക്ക് കൊണ്ടുവരണം എന്ന്
ആഗ്രഹം എന്നിലുണ്ടായി. എനിക്കറിയാം ഞാൻ പരാജയപ്പെട്ടതിന് കാരണങ്ങൾ എനിക്ക് വ്യക്തമായി. അപ്പോൾ ആ പരാജയപ്പെട്ട കാരണങ്ങളെ റെക്ടിഫൈ ചെയ്തിട്ട് എനിക്ക് പുതിയ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെ ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അവർക്ക് അവരുടെ ആ ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും എന്ന ഒരു വിശ്വാസം എനിക്കുണ്ടായി. അങ്ങനെ ഞാൻ പഠിച്ച തന്നെ അക്കാഡമിയുമായിട്ട് ജോയിൻ ചെയ്ത് ഞാൻ അവരുടെ ഒരു ഫ്രാഞ്ചൈസി അക്കാഡമി എറണാകുളത്ത് ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്തു കലൂർ. അങ്ങനെ ഞാൻ പതുക്കെ ഈ UPSC സിവിൽ സർവീസ് ആസ്പിരന്റ് എന്നതിൽ നിന്നും UPSC കോച്ചിങ് അല്ലെങ്കിൽ UPSC ട്രെയിനിങ് ആ ഒരു ഫീൽഡിലേക്ക് ഞാൻ പതുക്കെ ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി. സാർ എന്തുകൊണ്ടാണ് അക്കാദമി സ്റ്റാർട്ട് ചെയ്തപ്പോൾ വിവേകാനന്ദ എന്നുള്ള പേര് ചൂസ് ചെയ്തത്? അത് സാധാരണക്കാർക്കും അതുപോലെ തന്നെ ഈ വിവേകാനന്ദ അല്ലെങ്കിൽ സിവിൽ സർവീസ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ പേര് സിനോയ് എബ്രഹാം, നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് വിവേകാനന്ദ IAS അക്കാഡമി, ഇത് തമ്മിൽ ഒരു കണക്ഷൻ ഞങ്ങൾക്ക് കിട്ടുന്നില്ലോ എന്ന് 2-3 പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിനകത്തൊരു പ്രോപ്പർ ആൻസർ എനിക്കുണ്ട്. നമ്മൾ ചെറുപ്പത്തിൽ എനിക്ക് തോന്നുന്നത് 9ാം ക്ലാസ്സിലാണോ 8ാം ക്ലാസ്സിലാണോ നമ്മുടെ മലയാളം ഉപപാഠ പുസ്തകത്തിന്റെ പേര് നമുക്ക് തന്ന മലയാളം പുസ്തകം നരേന്ദ്രന്റെ ആത്മകഥ, അതായത് സ്വാമി വിവേകാനന്ദന്റെ ജീവിതകഥയായിരുന്നു നമുക്ക് പഠിക്കാനുള്ള ഒരു പുസ്തകം. അന്ന് ആ പുസ്തകം പഠിച്ചതിന് ശേഷം അന്ന് മുതലേ എനിക്ക് സ്വാമി വിവേകാനന്ദനോട് ഒരു പ്രത്യേകമായ ഒരു അഡ്മിറേഷൻ എൻ്റെ ഉള്ളിലുണ്ടായി. അതെന്ന് വെച്ചാൽ യൂത്തിന്റെ പ്രതീകമാണ്. ധാരാളം മോട്ടിവേഷണൽ കോട്ട്സ് എല്ലാം അദ്ദേഹം തരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതകഥ നരേന്ദ്രനിൽ നിന്നും സ്വാമി വിവേകാനന്ദ, ആ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഏതൊരു യുവാവിനും ഒരു വളരെയധികം അഡ്മിറേഷനും മോട്ടിവേഷനും തരുന്ന ഒരു ലൈഫാണ് അദ്ദേഹത്തിൻ്റെത്. അപ്പോൾ അന്ന് മുതൽ എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് എനിക്ക് വിവേകാനന്ദയുടെ പേരിൽ ഒരു സ്ഥാപനം തുടങ്ങണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സ്ഥാപനം IAS സിവിൽ സർവീസ് അക്കാഡമി തുടങ്ങിയ സമയത്ത് എനിക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ടി വന്നിരുന്നില്ല. വിവേകാനന്ദ IAS അക്കാഡമി എന്ന് തന്നെ ഞാനത് കൊടുത്തു. സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട് 2009 മുതൽ സാർ ഈ ഫീൽഡിലുണ്ട് എന്നുള്ളത്. അന്ന് മുതൽ വന്ന എക്സാംസിൽ വന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ സാറിന്റെ 17 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് ഈ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുക്കേണ്ട അല്ലെങ്കിൽ അവർ കാണാതെ പോകുന്ന ഫാക്ടേഴ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ട്. UPSCയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റം UPSC കൊണ്ടുവന്നത് 2 ഓപ്ഷണൽ സബ്ജക്റ്റിൽ നിന്നും ഒരു ഓപ്ഷണൽ സബ്ജക്റ്റും പിന്നീട് ഒരു സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന വേറെ ഒരു സബ്ജക്റ്റുമാണ് കൊണ്ടുവന്നതാണ് ഏറ്റവും വലിയ ഒരു മാറ്റം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചും എൻ്റെ അറിവ് വെച്ചും എനിക്ക് പറയാനുള്ളത്, ഒരു സിവിൽ സർവൻറ്റ് എന്ന് പറയുന്ന വ്യക്തി ഈ പ്രാക്ടിക്കൽ വിസ്ഡം ഉണ്ടായിരിക്കണം. പ്രായോഗിക പരിജ്ഞാനം വളരെയധികം ആവശ്യമാണ്. കാരണം ഈ സിവിൽ സർവൻറ്റ് എന്ന് പറയുന്ന IAS IPS IFS പോലുള്ള പദവിയിലിരിക്കുന്ന ഓരോരുത്തരും ഇന്ററാക്ട് ചെയ്യുന്നത് സാധാരണ ജനങ്ങളുമായിട്ടാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. അങ്ങനെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് പല സിറ്റുവേഷൻ അനുസരിച്ച് ചിലപ്പോൾ പ്രാക്ടിക്കൽ വിസ്ഡം ഉപയോഗിച്ച്, മീൻസ് മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് യുവർ കോമൺ സെൻസ് ഉപയോഗിച്ച് ഡിസിഷൻ എടുക്കേണ്ട പല സന്ദർഭങ്ങളും സിവിൽ സർവൻറ്റിൻ്റെ ജീവിതത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ UPSC കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട ഈ മാറ്റം ഒരു വ്യക്തിയുടെ പ്രായോഗിക വിജ്ഞാനം അഥവാ പ്രാക്ടിക്കൽ നോളജ്, കോമൺ സെൻസ്, ആ വ്യക്തിയുടെ ഒരു ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് പവർ, ഇതെല്ലാം ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് ഇന്ന് UPSC കൊണ്ടുവന്നിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ CSAT അഥവാ സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് തന്നെ നടത്തുന്നത്. ആ എക്സാം ദാറ്റ് ഈസ് ജസ്റ്റ് എ ക്വാളിഫയിങ് എക്സാം. അപ്പോൾ അതൊരു വലിയൊരു മാറ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ നമ്മൾ എക്സാം എഴുതുന്ന കുട്ടികൾക്ക് വേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് അവരുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി. ബീയിങ് ആൻ അക്കാഡമിക് ഡയറക്ടർ എനിക്ക് എപ്പോഴും തോന്നിയ ഒരു കാര്യമാണ്, എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി ദാറ്റ് എവറി സ്റ്റുഡൻസ് ഹാസ് ടു ഹാവ് ആൻ ഇമോഷണലി സ്റ്റേബിൾ വെൻ ദേ ആർ ടേക്കിംഗ് ദിസ് എക്സാം. കാരണം ഈ സിവിൽ സർവീസ് എക്സാം എഴുതുന്ന ഓരോ കുട്ടികളുടെയും നമ്മൾ ഏജ് നോക്കിക്കഴിഞ്ഞാൽ 20-നും 30-നും ഇടയിലുള്ള ഒരു പ്രായത്തിലാണ് എല്ലാവരും എഴുതുന്നത്. ആ സമയത്ത് ഓരോ കുട്ടിക്കും അവന് വാട്ട് എവർ ബി ദെയർ ബാക്ക്ഗ്രൗണ്ട്, അവർക്ക് എല്ലാവർക്കും പീർ പ്രഷർ ഉണ്ടാകാം, സൊസൈറ്റിയിൽ പ്രഷർ ഉണ്ടാകാം, ഫാമിലി പ്രഷർ ഉണ്ടാകാം, കരിയറിൽ ഒന്നും ആയിത്തീർന്നിട്ടില്ലല്ലോ എന്നുള്ള ഒരു ആങ്സൈറ്റി അവരെപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന എക്സാമിനേഷനിൽ ഫോക്കസ് ചെയ്യുന്ന ഓരോ കുട്ടിക്കും നമുക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റി എൻഷുർ ചെയ്തിരിക്കണം. അതിന് വേണ്ടത് നമ്മൾ ഓരോ കുട്ടികളെയും മനസ്സിലാക്കണം. കാരണം ഓരോ കുട്ടിയുടെയും ബാക്ക്ഗ്രൗണ്ട്, അവരുടെ പശ്ചാത്തലം, ദയർ സൈക്ക്, ഇൻഡിവിജ്വൽ സൈക്ക് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. അപ്പോൾ അതുകൊണ്ട്
ഓരോ സ്റ്റുഡൻസിനെയും നമ്മൾ ഇൻഡിവിജ്വലായിട്ട് മനസ്സിലാക്കി അവർക്ക് വേണ്ട ഒരു മെന്റർഷിപ്പാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് ഞാൻ എൻ്റെ സ്റ്റാഫിൻ്റെ അടുത്താണെങ്കിലും ഫാക്കൽറ്റിയുടെ അടുത്തും മറ്റ് ഓഫീസ് സ്റ്റാഫിനോട് എല്ലാവരും പറയുന്നത്, നിങ്ങളെല്ലാവരും എല്ലാ കുട്ടികളെയും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അത് അവരുടെ പേര്, കാര്യങ്ങൾ, ബാക്ക്ഗ്രൗണ്ട് എല്ലാം നിങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട സപ്പോർട്ട് നമ്മൾ കൊടുക്കണം. അപ്പൊ ആ ഒരു രീതിയിലുള്ള ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാമാണ് വിവേകാനന്ദ IAS അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓരോ വ്യക്തികളെയും നമ്മൾ മനസ്സിലാക്കി. ഞാനൊരു ഡയറക്ടർ ആണെങ്കിൽ പോലും എൻ്റെ അക്കാഡമിയിൽ പഠിക്കുന്ന ഓരോ കുട്ടികളുമായിട്ട് ഞാൻ സംസാരിക്കുകയും അവരെ ഇൻഡിവിജ്വലായിട്ട് അവരെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ 1-to-1 സെഷൻ കൊടുത്ത് നമ്മൾ അവരെ മനസ്സിലാക്കി അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യും. പിന്നെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവന്നു, UPSCയുടെ മാറ്റങ്ങൾ, എന്തെല്ലാം മാറ്റങ്ങൾ നമ്മുടെ കരിക്കുലത്തിൽ കൊണ്ടുവരണം എന്നതിനുള്ള ഒരു ആൻസറാണ് ഞാൻ ഈ പറഞ്ഞ മെന്റർഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത്. പണ്ടൊക്കെ ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 2009 സമയങ്ങളിലൊന്നും അക്കാഡമിയിൽ ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാം ഇല്ല. പഠിക്കുക, വരിക, ക്ലാസ്സിൽ വരിക, കരിക്കുലം അനുസരിച്ച് ഇന്ന സബ്ജക്റ്റ് ഇന്ന ദിവസം പഠിക്കും, അത് പഠിക്കുക, എക്സാം എഴുതുക, ഇത്രമാത്രമാണ് അന്നത്തെ അന്നത്തെ കരിക്കുലം. പക്ഷേ ഇന്ന് വിവേകാനന്ദ IAS അക്കാഡമിയുടെ കരിക്കുലം ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ്. അപ്പോൾ ആ ഒരു മാറ്റം there are so many changes happening in UPSC as well as in the students side. സോ അപ്പോൾ ആ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അവസാനമായി സാറിന് കേട്ടോണ്ടിരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു അഡ്വൈസ് അതെന്തായിരിക്കും? എന്താണെന്ന് വെച്ചാൽ സിവിൽ സർവീസ് എക്സാം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ റോക്കറ്റ് സയൻസ്. ഇത് ഏതൊരു വ്യക്തിക്കും, ഏതൊരു കുട്ടിക്കും, ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്തായിക്കോട്ടെ, ചിലപ്പോൾ 10ാം ക്ലാസ്സിൽ തോറ്റു, പ്രീ ഡിഗ്രിക്ക് തോറ്റു, ഡിഗ്രിക്ക് തോറ്റു, സപ്ലി ഉണ്ട്, ഇതെല്ലാം കഴിഞ്ഞാൽ വ്യക്തി പാസ്സായി, ആ ഒരു വ്യക്തിക്ക് പോലും ഈ സിവിൽ സർവീസ് എക്സാം നേടിയെടുക്കാൻ സാധിക്കും. എന്താണ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് നമുക്ക് ആഗ്രഹം, ഇച്ഛാശക്തിയാണ് നമുക്ക് വേണ്ടത്. ഇച്ഛാശക്തി നിങ്ങൾക്കുണ്ടോ, നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ള ഒരു കാര്യം. കാരണം പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് VT പട്ടതിരിപ്പാട് പറയുന്നത് പോലെ ആഗ്രഹമുണ്ടോ നിനക്ക് ഉയരാൻ സാധിക്കും. ഈ ആഗ്രഹമാണ് നമ്മളെ വളർത്തുന്നതും നമ്മളെ തളർത്തിക്കളയും. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് തന്നെ എന്താണ്, ഓരോ വ്യക്തിയിലും ഉയരാനുള്ള ഒരു എനർജി, ഒരു ഇന്റേണൽ സൈക്ക് എല്ലാ വ്യക്തികളിലുണ്ട്. പക്ഷെ ആ ഒരു എനർജി എന്നിലുണ്ട് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കി നമ്മൾ ഉയരാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമാണ് സിവിൽ സർവീസ് എക്സാമിനേഷന് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയാം ബൈബിളിൽ പറയുന്ന ഒരു കഥയുണ്ട്. യേശു ബെത്സൈദ കുളക്കരയിൽ ചെല്ലുമ്പോൾ അദ്ദേഹം അവിടെ ഒരു തളർവാദ രോഗിയെ കാണുകയാണ്. അപ്പോൾ ആ ബെത്സൈദ കുളത്തിലെ ഒരു പ്രത്യേക സമയത്ത് കുളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ തളർവാദ രോഗി, ഏതൊരു രോഗിയും രക്ഷപ്പെടും, സൗഖ്യം പ്രാപിക്കും എന്ന ഒരു കഥ അതിനുണ്ട്. അപ്പോൾ യേശു അവിടെ വരുമ്പോൾ ഈ തളർവാദ രോഗി അദ്ദേഹത്തിൻ്റെ കാലിൽ വീണ് പറയുകയാണ്, എന്നെ സുഖപ്പെടുത്തണം. അപ്പോൾ യേശു ചോദിക്കുന്നുണ്ട്, എന്തേ നിനക്ക് കുളത്തിലിറങ്ങിയാൽ പോരെ, സുഖപ്പെടില്ലേ, എന്തിനാണ് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്? അപ്പോൾ ആ രോഗി പറയുകയാണ്, ഗുരു, എനിക്ക് സുഖപ്പെടണം എന്ന് വളരെയധികം ആഗ്രഹമുണ്ട്, അവനൊരു ഇച്ഛാശക്തിയുണ്ട്, പക്ഷേ എന്നെ കുളത്തിലിറക്കാനായിട്ട് ആരുമില്ല. അപ്പം നമുക്ക് ഇച്ഛാശക്തി ഉണ്ട് എന്നതുകൊണ്ട് മാത്രം നമുക്ക് ജയിക്കാൻ സാധിക്കത്തില്ല. ആ ഇച്ഛാശക്തിയുള്ള ഓരോ വ്യക്തിയെയും ആ വിജയത്തിലേക്ക് കൈപിടിച്ച് നടത്താനുള്ള ഒരു ഗൈഡൻസ്, അതാണ് വിവേകാനന്ദ IAS അക്കാദമി. അപ്പം വിവേകാനന്ദ IAS അക്കാദമിയിലേക്ക് വരുന്ന ഓരോ കുട്ടിക്കും സിവിൽ സർവീസ് ജയിപ്പിക്കും ആ വ്യക്തിയെ IAS IPS ആക്കി തീർക്കാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ കുട്ടികളോട് പറയുന്നത്, ഐ ക്യാൻ മേക്ക് യു an IAS or IPS or IFS ഓഫീസർ, പ്രൊവൈഡർ നിങ്ങൾക്ക് അത് നേടിയെടുക്കണം എന്ന ഒരു ഇച്ഛാശക്തി മാത്രമാണ്. അപ്പോൾ ഇത്രയും സമയം ചെലവഴിച്ചതിനും അതുപോലെ തന്നെ വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്തതിനും സാറിന് നന്ദി പറയാണ്. അതുപോലെ തന്നെ സാറിന്റെ ഈ ഒരു സിവിൽ സർവീസ് കോച്ചിങ്ങിന് വേണ്ടിയിട്ടും നമ്മൾ ആശംസകൾ അറിയിക്കാം.